ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മളുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റി, അതായത് നമ്മളുടെ ദേശ സുരക്ഷയാണ് നമുക്ക് എല്ലാത്തിലും പ്രധാനപ്പെട്ടൊരു ഫാക്ടർ എന്നുള്ളത്. മറ്റേത് കാര്യത്തെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു നമ്മളുടെ പ്രതിരോധവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല. രാജ്യത്തിൻ്റെ സുരക്ഷ പല മേഖലകളിലായിട്ട് നമുക്ക് ഇപ്പം ഇക്കണോമിക് സെക്യൂരിറ്റി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സാമ്പത്തികമായിട്ട് വളർച്ച കൈവരിക്കാത്തൊരു രാജ്യമാണെങ്കിൽ നമുക്കത് നമ്മളുടെ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക തലങ്ങളിൽ അതൊത്തിരി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി വെക്കും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്നൊരു കാര്യമാണ്. അതിൽ നമ്മുടെ പ്രതിരോധപരമായിട്ടുള്ള നമ്മുടെ സൈനികരമായിട്ടുള്ള നമ്മളുടെ ശക്തിയും നമ്മളുടെ ബലമൊക്കെ തന്നെ അത് നമുക്ക് കുറവാണെങ്കിലും അല്ലെങ്കിൽ മിനിമം ആണെങ്കിലും നമ്മളുടെ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ സാമൂഹികമായിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ നമുക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമുക്ക് പൊതുവെ നമ്മൾ ദേശ സുരക്ഷ എന്ന് നമ്മൾ പറയുമ്പോൾ അത് മിലിറ്ററി ഡിഫൻസ് അല്ലെങ്കിൽ നമ്മളുടെ സൈനിക ശക്തി, പ്രതിരോധ ശക്തി, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മളുടെ ശത്രു രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ നമ്പർ 1, ചൈന നമ്പർ 2 അല്ല, ചൈന നമ്പർ 1 ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ നമുക്ക് ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ സുരക്ഷിതമായിട്ട് നമുക്കതിനെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സൈനിക പ്രതിരോധ ശക്തി, അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ദേശ സുരക്ഷയ്ക്ക് പ്രധാനമാണ്. അപ്പോൾ അത് നമ്മൾ ഇത്രയും നാളും ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി 50-കൾ 60-കൾ കഴിഞ്ഞു, 70-കൾ കഴിഞ്ഞു, 80-കൾ 90-കൾ ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ദേശ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മളുടെ നയങ്ങളും നമ്മളുടെ വിഷൻ അല്ലെങ്കിൽ നമ്മളുടെ നിലപാടുകൾ ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു. നമ്മുടെ ദേശസുരക്ഷ പ്രധാനമായിരുന്നായിരിക്കും ചിലപ്പോൾ, പക്ഷേ ഭരണത്തിലിരിക്കുന്ന ആൾക്കാർ പല രീതിയിലും മിസ്ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, മിസ്മാനേജ് ചെയ്തിട്ടുണ്ട്, അതിനെ ഡയലൂട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നിട്ട് നമ്മളുടെ ഏറ്റവും ടോപ്പ് പൊളിറ്റിക്കൽ ലെവൽ മുതൽ താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള വിട്ടുവീഴ്ചകളും കോംപ്രമൈസസും അല്ലെങ്കിൽ അതിനകത്തുള്ള ഡയലൂഷൻസ്, വെള്ളം ചേർക്കലും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. പല പ്രൈം മിനിസ്റ്റേഴ്സ് തന്നെ അവരുടെ തെറ്റായിട്ടുള്ള നയങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും അല്ലെങ്കിൽ വേണ്ട രീതിയിൽ ആക്ട് ചെയ്യാത്തതുകൊണ്ടും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുകയും നമ്മുടെ രാജ്യത്തെ ഇതിനേക്കാളും കൂടുതൽ ശക്തിയും കെട്ടുറപ്പുള്ളൊരു രാജ്യമാക്കി മാറ്റുവാൻ കഴിയുമായിരുന്നിട്ടും അതിന് അവരുടെ നയങ്ങൾ ഒരുപക്ഷെ ഒബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, തടസ്സങ്ങൾ അല്ലെങ്കിൽ വിലങ്ങുതലുകളായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അതൊക്കെ സത്യമാണ്. കാരണം നമ്മളുടെ രാജ്യം യാത്ര ചെയ്തു വന്നിട്ടുള്ള ഒരു വഴികളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളുണ്ടാകും. അവർ പൊളിറ്റീഷ്യൻസാണ്, ആഫ്റ്റർ അവർ പൊളിറ്റിക്സ് ആണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം. അപ്പോൾ പൊളിറ്റിക്സിനെ മറന്നൊന്നും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മറന്നിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യങ്ങളെ അവർ ത്യജിച്ചിട്ട് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം പൂർണ്ണമായിട്ടും അവർ ഡിവോട്ടഡ് ആകുക അല്ലെങ്കിൽ കമ്മിറ്റഡ് ആകുക എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷ നമ്മളെപ്പോലുള്ള ജനങ്ങൾ വെച്ചു പുലർത്തുന്നതും തെറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമ്മളെ ഇന്ത്യയുടെ എന്നുവെച്ചാൽ ഇപ്പോഴത്തെ നമ്മളുടെ ഇന്ത്യയുടെ നിലപാടും നയങ്ങളും ഒക്കെ തന്നെ ഒത്തിരി മാറിയിട്ടുണ്ട്. അതിനിയും മാറും, തീർച്ചയായിട്ടും മാറിയാലേ പറ്റത്തുള്ളൂ നമുക്ക്. കാരണം ജിയോ പൊളിറ്റിക്സിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്കറിയാം ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും ഉണ്ടാകും, മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകും. പക്ഷേ നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, നമുക്ക് ഇമാജിൻ ചെയ്യാത്ത രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇന്നലെ നമ്മളുടെ മിത്രമായിരുന്ന രാജ്യം ഇന്ന് നമ്മുടെ ശത്രുവായി മാറാം. ചിലപ്പോൾ ഇന്ന് ശത്രുവായിട്ടിരിക്കുന്ന രാജ്യം നാളെ നമ്മളുടെ മിത്രമായി മാറാം. കാരണം ജിയോ പൊളിറ്റിക്സിൽ പെർമനൻറ്റ് ഫ്രണ്ട്സും പെർമനൻറ്റ് എനിമീസൊന്നുമില്ല. അവിടെ സ്ഥിരമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചുള്ളത്. ഇപ്പോൾ പാകിസ്ഥാൻ നാളെ നമ്മളുമായിട്ട് സൗഹൃദത്തിലും സമാധാനത്തിലും കഴിയുവാൻ അവർ തയ്യാറാണെന്ന് അവർ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുള്ള പ്രശ്നങ്ങൾ സൗഹൃദപരമായിട്ടും അത് ഏറ്റവും ആരോഗ്യപരമായിട്ടും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഇന്ത്യ തയ്യാറാണ്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഇപ്പോഴും കടുത്ത നിലപാടെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ആ കയ്യിലിരിപ്പ് അവർ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഇന്ത്യയെ സംബന്ധിച്ച് സ്വീകാര്യമാണ്.
അല്ലെങ്കിൽ നമുക്ക് സ്വാഗതാർഹമാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്വാഗതം ചെയ്യാമെന്നല്ലോ. പക്ഷേ എന്തിനും നമ്മൾ ഇന്ത്യ ഒരു ഹാർഡ് ലൈൻ പാകിസ്ഥാനെതിരെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. ഒരു രീതിയിലും അവരിപ്പോഴും ഇന്ത്യക്കെതിരെയുള്ള നിലപാടും നയങ്ങളും ഒന്നും മാറ്റിയിട്ടില്ല. ഇന്ത്യയെ ഏത് രീതിയിൽ ഉപദ്രവിക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യക്ക് ദോഷം ചെയ്യുവാനും വേണ്ടി അവർ സെൽഫായിട്ട് മാത്രമല്ല, അവർ മറ്റു രാജ്യങ്ങളുമായിട്ട് കൂട്ടുനിന്ന് പോലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ ഇന്ത്യക്ക് എന്താണ് നമ്മളെ നശിപ്പിക്കുവാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം ഇപ്പോഴും മുൻഗണനാക്രമത്തിൽ അവർ പാലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യക്ക്. തീർച്ചയായിട്ടും പാകിസ്ഥാനുമായിട്ട് തൊട്ട് നമ്മുടെ അയൽരാജ്യമായിട്ട് തന്നെയും ഇന്ത്യ അത് പരിഗണിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. പിന്നെ ചൈന നമുക്കറിയാം. ചൈന നമ്മളെക്കാളിലും അല്പം കൂടെ പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ്. നമുക്കത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയങ്ങളാണ് നമുക്ക് എന്നും പറഞ്ഞ് നമുക്കതിനകത്തിൽ വിട്ടുവീഴ്ചകളൊന്നും ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ ജിയോ പൊളിറ്റിക്സിൽ ഈ പറഞ്ഞ പെർമനൻറ്റ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പം ഈ പാകിസ്ഥാൻ്റെ കാര്യം അല്ലെങ്കിൽ ചൈനയുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്. ചൈന ഇന്ത്യയും തമ്മിൽ നല്ല രീതിയിൽ ട്രേഡ് നടക്കുന്നുണ്ട്. കാരണം ചൈനയുടെ ഏറ്റവും നല്ലൊരു ട്രേഡിംഗ് പാർട്ണറാണ്. പാർട്ണർ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം ഏറ്റവും കൂടുതൽ ട്രേഡ് ഉള്ള ഒരു രാജ്യമാണ് ചൈനയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ട്രേഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ ഡിഫൻസ് അല്ലെങ്കിൽ മിലിറ്ററി റിലേഷൻസ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് പ്രധാനം എന്നിരിക്കെ അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ നിലയും വിലയും ഒക്കെ മാറിയിട്ടുണ്ട് ഒത്തിരി. നമ്മളുടെ ഇൻ്റർനാഷണലി നമുക്കുള്ള സ്റ്റാറ്റസ് മാറിയിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും അതിനെ അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാർ ഒത്തിരി ഇന്ത്യയിലുണ്ടാകാം. അത് നമുക്കെപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഒത്തിരി നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കും. അതിനുള്ള ശക്തിയും ക്ഷേമുഷിയും ഒക്കെയുള്ള രാജ്യമാണ് ഇന്ത്യ. ഒത്തിരി ഇൻഹറൻ്റായിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി കഴിവുകൾ അല്ലെങ്കിൽ ശക്തിയുള്ളൊരു രാജ്യമാണ്. ശക്തി മീൻസ് നമുക്ക് വളരുവാനും വളർന്ന് നല്ലൊരു ശക്തിയാകുവാനും പവർഫുള്ളായിട്ടുള്ളൊരു രാജ്യമാകുവാനും അത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏതെല്ലാം മേഖലകളിൽ നമ്മളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് വന്നിട്ട്. പിന്നെ നമുക്കൊത്തിരി പരാധീനതകളുണ്ട്, ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, കുറവുകളുണ്ട്. അത് നമ്മൾ പരിഹരിക്കുക, മുന്നോട്ട് പോവുക. കാരണം ഇന്ത്യ സ്പേസിൽ, ന്യൂക്ലിയർ ടെക്നോളജിയിൽ ഇല്ലേ, ഈവൻ നമ്മൾ ലോകത്തിലെ ഏറ്റവും 4ാമത്തെ മിലിറ്ററി പവറാണ്, 4ാമത്തെ മിലിറ്ററി സ്പെൻഡറാണ്. സ്പെൻഡർ മീൻസ് ഏറ്റവും കൂടുതൽ മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന രാജ്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് റിപ്പോർട്ടാണ് ഇതിൽ. അമേരിക്ക, റഷ്യ, ചൈന, ജർമ്മനി, ഇന്ത്യ 5ാമത്തെ ഏറ്റവും മിലിറ്ററി സ്പെൻഡിങ് നടത്തുന്ന രാജ്യമാണ്. പിന്നെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഇപ്പോൾ സാമ്പത്തികമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ച ഇപ്പം എയർക്രാഫ്റ്റ് കാരിയേഴ്സ് സ്വന്തമായി നിർമ്മിച്ചൊരു രാജ്യമാണ് ഇന്ത്യ. നിർമ്മിക്കാൻ കപ്പാസിറ്റി ഉള്ള രാജ്യമാണ് ഇല്ലേ. മിലിറ്ററി വെപ്പൺസിലൊക്കെ തന്നെ, വെപ്പൺസ് മാനുഫാക്ചറിങ്ങിലൊക്കെ തന്നെ നമ്മൾ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ച രാജ്യമാണ്. ചന്ദ്രയാൻ പോലുള്ള പ്രോജക്റ്റുകൾ, നമ്മളുടെ സ്പേസ് ഡെവലപ്മെൻറ്റ്സ്, സ്പേസിലുള്ള നമ്മുടെ പ്രോഗ്രസ്സുകൾ, അങ്ങനെ ഒട്ടനവധി മേഖലകൾ നമ്മൾ ഈ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും നമുക്ക് തീർച്ചയായിട്ടും വളരെ അത്ഭുതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കാനും വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യമായി മാറുവാനും നമുക്ക് കഴിയുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ കൈവരിക്കുക തന്നെ വേണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ ഒരു വിഷയമാണ്. ഓക്കെ, ഞാൻ ടോപ്പിക്കിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ടുള്ള എന്ത് വിഷയം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളതിനെ വളരെ ഈ ക്രൂഷ്യലായിട്ട് തന്നെ, അല്ലെങ്കിൽ വളരെ ഒരു രീതിയിലുള്ള കോംപ്രമൈസും നമ്മൾ വരുത്തതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം നമുക്കറിയാം. ഈവൻ പാകിസ്ഥാൻ പോലും തീർച്ചയായിട്ടും അവരുടെ നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യം അവർ നിസ്സാരവൽക്കരിക്കാറില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ചെയ്യേണ്ടത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയുമായിട്ട് വിഷയങ്ങളുള്ള അല്ലെങ്കിൽ അതുപോലുള്ളൊരു മൊമെൻറ്റ് നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഭരണകൂടം, അതിപ്പോൾ ഭരിക്കുന്ന ആരും ആയിക്കോട്ടെ, അത് പെട്ടെന്ന് നമുക്കതൊരു വളരെ പവർഫുള്ളായിട്ടുള്ള മിലിറ്ററി ഇൻ്റലിജൻസ് സ്റ്റേറ്റായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. പിന്നെ അതിനകത്തിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മറ്റു രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളോ മറ്റു രാജ്യങ്ങളുടെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ നമ്മളുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നും നമുക്ക് അന്നേരം പരിഗണനാ വിഷയമാക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ആയിരിക്കാം നമ്മുടെ പ്രൈമറി ടോപ്പ് ഇമ്പോർട്ടൻസ് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ആൻഡ് സീ ഗെയിമിൻ്റെ ഒന്നും ആവശ്യമില്ല. മനസ്സിലായല്ലോ. ഇങ്ങോട്ട്
നമ്മളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമ്പോൾ അപ്പോഴേ നമ്മൾ ക്വിക്കായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുക, ക്വിക്കായിട്ട് നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടത്തിൽ. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ല മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് സഫീഷ്യൻ്റ് അല്ല. നമുക്ക് അല്പം കൂടെ നമുക്ക് മെച്ചപ്പെട്ട പ്രൊവാക്റ്റീവായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നമുക്ക് പോകേണ്ടതാണ്. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ടർക്കി എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം ഇന്ത്യക്ക് കുറേ നാളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള കൂട്ടുകെട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ സമയത്തൊക്കെ നമ്മൾ കണ്ടാണ് പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചൈന കഴിഞ്ഞാൽ എനിക്കൊന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വെപ്പൺ സപ്ലയറാണ് ടർക്കി. വൻതോതിൽ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ തന്നെ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യയുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു കോൾഡ് അപ്രോച്ചാണ് പലരോടും. കാരണം നമ്മൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അന്താരാഷ്ട്ര തലത്തിലൊക്കെ നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ടർക്കി പാകിസ്ഥാനെയൊക്കെ UN-ലും OIC-ലും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് ആ പ്ലാറ്റ്ഫോമിലൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് കാശ്മീരിൻ്റെ കാര്യം ഇന്ത്യക്കെതിരെ പറഞ്ഞ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് എർഡോഗാൻ വന്നതിന് ശേഷം കഴിഞ്ഞൊരു 1 ദശാബ്ദത്തിനും മുകളിലായിട്ട് എർഡോഗാൻ അവരുടെ ടർക്കിയുടെ എന്താണ് പറയുന്നത് ഈ ചീഫ് എന്ന അവരുടെ രാഷ്ട്രത്തലവനായിട്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടം ഇപ്പം ഏകദേശം 10-12 വർഷത്തോളമായെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലെല്ലാം പാകിസ്ഥാന് ടർക്കിയിൽ നിന്നും വളരെ കാര്യമായിട്ടുള്ള ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സപ്പോർട്ടും മിലിറ്ററി സപ്പോർട്ടും ഒക്കെ തന്നെ കിട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാകിസ്ഥാനുമായിട്ട് അവർക്ക് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത് പൂക്കച്ചുളയാണെന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമായിട്ട് ബന്ധം സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ബന്ധം നല്ല ശക്തമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണെങ്കിൽ ടർക്കിക്കെന്ന് മാത്രമല്ല ഏത് രാജ്യത്തിനും വലിയ തോതിലുള്ള പ്രയോജനം ലഭിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞു. അപ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് പല രാജ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ടർക്കിക്കെതിരെ നമ്മളുടെ ഗവൺമെൻറ് ചില നിലപാടുകൾ എടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നും ടർക്കിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ ഇന്ത്യൻ ജനത വളരെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുകയും ടർക്കിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അതുപോലെ ഗവൺമെൻറ് കുറേ എയർപോർട്ടിൽ അവരുടെ കുറേ സർവീസുമായിട്ടുള്ള കോൺട്രാക്റ്റൊക്കെ അതിൻ്റെ ലൈസൻസിങ് ഒക്കെ ക്യാൻസൽ ചെയ്യുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും ഏത് രാജ്യമാണോ നമുക്ക് പണി തരാൻ ശ്രമിക്കുന്നത് ആ രാജ്യത്തിനെതിരെ കടുത്ത നിലപാടെടുക്കാൻ, അതിപ്പോൾ യൂറോപ്പിലുള്ള രാജ്യമായാലും ലാറ്റിൻ അമേരിക്കയിലുള്ള രാജ്യമായാലും നമ്മുടെ തൊട്ടയൽ രാജ്യമായാലും ശരി, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യമായാലും ശരി, ഈവൻ ഇസ്രായേൽ പോലും ആണെങ്കിൽ തന്നെ നമ്മൾ കടുത്ത നിലപാടെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ആ രാജ്യത്തിന് നമ്മളുടെ പവർ പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള കാര്യം ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെ ടർക്കി ഇപ്പോൾ വളരെയധികം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടർക്കിക്ക് ഈ അർമീനിയ, ഗ്രീസ്, സൈപ്രസ് ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ട് വളരെയധികം പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ്. സൈപ്രസിൻ്റെ മേധാവി അടുത്ത സമയത്ത്, അതായത് സൈപ്രസിൻ്റെ പ്രസിഡൻറ്റ് നിക്കോസ് എന്ന് പറയുന്ന ആ വ്യക്തി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിക്കുകയും, അപ്പോൾ ഇന്ത്യയുടെ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇന്ത്യ ഇതുപോലുള്ള വളരെ തന്ത്രപരമായിട്ട് ഇപ്പോൾ ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയൊക്കെയാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ടർക്കി. അപ്പോൾ ടർക്കി തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ സ്റ്റാറ്റസ്, കാരണം ഇന്ത്യ അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആഭ്യന്തര കാര്യങ്ങൾ ഇടപെടാൻ പോകാറില്ല, തീവ്രവാദം പ്രോത്സാഹിപ്പിക്കാറില്ല. എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനും സാമ്പത്തികമായിട്ടുള്ള മെച്ചപ്പെട്ട ബന്ധങ്ങളിൽ കൂടെ മുന്നോട്ട് പോകാനും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ആണെന്ന് ഉള്ള തിരിച്ചറിവുണ്ടായിട്ടും തീർച്ചയായിട്ടും നമുക്കെതിരെ ഒരു തുറുപ്പ് ചീട്ടായിട്ട് പാകിസ്ഥാനെ ആയുധവൽക്കരിക്കുകയും പാകിസ്ഥാനെ ഉപയോഗിക്കുകയും പാകിസ്ഥാനെ ഏതെല്ലാം സാധ്യമായിട്ടുള്ള അന്താരാഷ്ട്ര തലങ്ങളിൽ പാകിസ്ഥാന് വേണ്ടി ഘോരഘോരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ടർക്കിക്ക് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള ഒരു പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ ഇപ്പോൾ ടർക്കിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ടർക്കിക്ക് അത് തിരിച്ചറിയാൻ തുടങ്ങിയതോടുകൂടി ഇപ്പോൾ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമുക്കതിനുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായിരിക്കും ടർക്കിക്കും വളരെ നല്ലതെന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. കാരണം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല, പഴയ ഇന്ത്യ മാറി ഇപ്പോൾ പുതിയ ഇന്ത്യ ആണെന്നുള്ള തിരിച്ചറിവ് ടർക്കിയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ സൈപ്രസിൻ്റെ പ്രസിഡന്റ് ഇന്ത്യ വരികയും സൈപ്രസ്, ഗ്രീസ്, അർമീനിയ, നമ്മൾ അർമീനിയയുടെ കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അർമീനിയയ്ക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട്. അർമീനിയയും ടർക്കിയും തമ്മിൽ വളരെ പ്രശ്നങ്ങളുള്ള ഒരിടമാണ്. അർമീനിയ, അസർബൈജാൻ. അപ്പോൾ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത് ടർക്കിയും ഇസ്രായേലും പാകിസ്ഥാനും ഒക്കെ തന്നെയാണ്. അവിടെ ഇസ്രായേലിലെ മറുഭാഗത്താണ് നിൽക്കുന്നത്.
ഈ പറഞ്ഞ അസർബൈജാനെ ആയുധങ്ങൾ കൊടുത്ത് സഹായിക്കുന്നത് പാകിസ്ഥാനും ടർക്കിയും ഇസ്രായേലും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ അർമീനിയയുടെ സഹായത്തിന് വേണ്ടി ഇന്ത്യ പിന്നെ ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അർമീനിയ ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കുന്ന അത്യാധുനികമായിട്ടുള്ള മിസൈലുകളും അതുപോലുള്ള ആയുധങ്ങളും ഒക്കെ തന്നെ റോക്കറ്റുകളും ഒക്കെ തന്നെ ഇന്ത്യയിൽ നിന്ന് അവരിപ്പോൾ വാങ്ങിക്കുന്നത്. നേരത്തെ റഷ്യയിൽ നിന്നായിരുന്നു. റഷ്യയുമായിട്ടുള്ള കച്ചവടമൊക്കെ അതിപ്പോൾ നിർത്തി. റഷ്യയുമായിട്ട് ഇപ്പോൾ അത്ര സുഖകരമായിട്ടുള്ള ബന്ധമല്ല അർമീനിയക്ക്. ഇപ്പോൾ ഇന്ത്യയാണ് അർമീനിയക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ആയുധങ്ങൾ നൽകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഗ്രീസും സൈപ്രസുമായിട്ടുള്ള ബന്ധങ്ങൾ ഇന്ത്യ ഇപ്പം വളരെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നേവൽ എക്സസൈസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ സൈപ്രസിൻ്റെ പ്രസിഡന്റ് ഇവിടെ വന്ന് പോയതിന് ശേഷം അല്ലെങ്കിൽ ഈ വന്ന ഈ വേളയിൽ പൊതുവേ ഇതൊരു സൈക്കോളജിക്കൽ വാറാണെന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ ഒരു ഇൻഫോ വാറാണെന്ന് നമുക്കറിയില്ല. എന്നാലും തീർച്ചയായിട്ടും ഈ പറഞ്ഞ സൈപ്രസിന് ഇന്ത്യ ആയുധങ്ങൾ നൽകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത പൊതുവെ ഇപ്പോൾ അത് ടർക്കിയിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടർക്കിയുടെ ഒരു പിന്നെ ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ മീഡിയയിൽ അല്ലെങ്കിൽ അവരുടെ ഇതുപോലുള്ള ഈ മിലിറ്ററി ഇൻ്റലിജൻസ് സെക്യൂരിറ്റി ഇഷ്യൂസൊക്കെ അനലൈസ് ചെയ്യുന്ന ഇടങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരിപ്പോൾ ഇതിനെ കൂലങ്കഷമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടർക്കിക്ക് ഇപ്പോൾ ഒരു ചെറിയൊരു പിന്നെ ബെറലൊക്കെ വരുന്നുണ്ട്. കാരണം ഇന്ത്യ ഈ പറഞ്ഞ രാജ്യങ്ങളെ ആം ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ബ്രഹ്മോസാണ് അവരുടെ ഒരു പേടി സ്വപ്നമായിട്ട്, ഇന്ത്യ ബ്രഹ്മോസ് ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് സൈപ്രസിനും ഗ്രീസിനും ഒക്കെ കൊടുക്കുവാൻ തീരുമാനമെടുക്കുന്നതായിട്ടാണ് ഇപ്പോൾ അവിടെ ചർച്ച നടക്കുന്നത്. ചൂട് പിടിച്ച് ചർച്ച നടക്കുകയാണ്. അപ്പോൾ ഈ ടർക്കിയിലെ സ്ട്രാറ്റജിക് സെക്യൂരിറ്റി സർക്കിളിലൊക്കെ ഇതിപ്പോൾ ഒരു ചർച്ചാ വിഷയം, വളരെ കൂലങ്കഷമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയും ടർക്കി അത് വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം ഇന്ത്യ ഇങ്ങനൊരു ഈ ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ, അർമീനിയക്ക് നമ്മൾ ഓൾറെഡി ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട്. കാരണം അതിൻ്റെ പിന്നെ എന്താണ് പറയുന്നത്, ആ ഒരു ചൂട് ടർക്കി അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അസർബൈജാനായിട്ടുള്ള അവരുടെ റിലേഷൻ വഴിയുള്ള ഒരു വിഷയങ്ങൾ. അപ്പോൾ ടർക്കിക്ക് നേരിട്ട് പ്രശ്നമുള്ളതാണ് സൈപ്രസ്. കാരണം സൈപ്രസിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ ടർക്കിയുടെ കയ്യിലാണ്. അതുപോലെ തന്നെ ഗ്രീസുമായിട്ടും പ്രശ്നമുണ്ട്, അർമീനിയയുമായിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ ഈ മെഡിറ്ററേനിയൻ ഏരിയയിൽ ഇന്ത്യ തീർച്ചയായിട്ടും ഈ മൂന്ന് രാജ്യങ്ങളുമായിട്ട് ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് ടർക്കിയെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടർക്കിക്ക് ഇപ്പോൾ തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ബ്രഹ്മോസാണ് ഇന്ത്യ കൊടുക്കാൻ. കാരണം ഇപ്പോൾ എല്ലാവർക്കും നമ്മൾ ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ തുറുപ്പിച്ചിട്ടാണല്ലോ ബ്രഹ്മോസ് എന്നല്ല. കാരണം ഓപ്പറേഷൻ സിന്ധുവിലൊക്കെ തന്നെ അതിൻ്റെ പ്രാഗൽഭ്യവും എഫിഷ്യൻസിയും പ്രിസിഷനും ഫയർ പവറൊക്കെ നമ്മൾ തെളിയിച്ചതാണ്. അപ്പോൾ പാകിസ്ഥാനും അതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാം എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ നമ്മൾ ബ്രഹ്മോസ് കേൾക്കുമ്പോൾ പൊതുവേ ഇതുപോലുള്ള രാജ്യങ്ങൾക്ക് ഒരു ശരിക്കും പറഞ്ഞാൽ അതൊന്ന് റീതിങ്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ കമിക്കേസ് ഡ്രോൺസ്, ബ്രഹ്മോസ് ഇതൊക്കെ തന്നെ സൈപ്രസിനും ഗ്രീസിനും ഒക്കെ കൊടുക്കാൻ പോവുകയാണെന്നുള്ളൊരു വാർത്ത ഈ ടർക്കിയിൽ ഇപ്പോൾ കടന്ന് ഈ ചുറ്റിക്കിറങ്ങുന്നുണ്ട്. അപ്പോൾ അത് ടർക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുമായിട്ട് അവർ രാജ്യങ്ങളെ ടർക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള റോളാണ് ടർക്കി. കാരണം ടർക്കി അത്ര ഒരു ചെറിയ രാജ്യമൊന്നുമില്ല, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യമാണ്. ഇക്കണോമിക്കലി മിലിറ്ററിലി ഒക്കെ തന്നെ വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ്. കാരണം നേറ്റോയിൽ തന്നെ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സേന ഉള്ള നേറ്റോയ്ക്കകത്ത് ഉള്ളൊരു രാജ്യമാണ് ടർക്കി. വളരെ പവർഫുള്ളാണ്. പവർഫുൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ മിലിറ്ററിലി ഇറാനുമായിട്ടും അല്ലെങ്കിൽ പാകിസ്ഥാനുമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇക്വേറ്റ് ചെയ്യാം. കാരണം പാകിസ്ഥാന് നമ്മൾ ഈ പറഞ്ഞതുകൊണ്ട് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന രാജ്യമൊന്നുമില്ല. പാകിസ്ഥാനും വളരെ പവർഫുള്ളായിട്ടുള്ള രാജ്യമാണ്. അവരുടെ അവസ്ഥ സാമ്പത്തികമായിട്ട് ഇപ്പോൾ ഇങ്ങനെ ആയെന്നും ഉള്ളൂ. പക്ഷേ എന്നാൽ മിലിറ്ററിലി അവർ വളരെ പവർഫുള്ളാണ്. ഇൻ്റലിജൻസ്, മിലിറ്ററി ഇൻ്റലിജൻസും ഒക്കെ തന്നെ പാകിസ്ഥാൻ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു രാജ്യമാണ് ടർക്കി. അതുതന്നെ ടർക്കി ആയുധങ്ങൾ, മോസ്റ്റ് മോഡേൺ വെപ്പൺസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ടെക്നോളജിയിലൊക്കെ തന്നെ അവർ വളരെ മുൻപിലാണ്. പിന്നെ ഡ്രോണുകൾ വളരെ പിന്നെ അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകൾ നിർമ്മിക്കുന്ന രാജ്യമാണ് ടർക്കി. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഫൈറ്റർ എയർക്രാഫ്റ്റൊക്കെ അവർ നിർമ്മിക്കാൻ വേണ്ടി ഇപ്പോൾ ആ ഒരു നിർമ്മാണത്തിലൊക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ ടർക്കി ഒരു സ്മോൾ പവറല്ല, വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അപ്പോൾ ഈ രാജ്യം ഈ പറഞ്ഞ ചെറിയ രാജ്യങ്ങളൊക്കെ തന്നെ വളരെ വിറപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒത്തിരി കാലമായിട്ട് പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈപ്രസ്, ഗ്രീസ്, അർമീനിയ ഇതുപോലുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ ഇന്ത്യ ഈ പറഞ്ഞ ഈ രാജ്യങ്ങളുമായിട്ട് പ്രത്യേകിച്ച് ഈ നമ്മുടെ സ്ട്രാറ്റജിക് റിലേഷൻസും ഇക്കണോമിക് റിലേഷൻസും ഒക്കെ തന്നെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ, ഡീപ്പൻ ചെയ്യാൻ വെച്ചാൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും കൂടുതൽ നമ്മൾ ആഴത്തിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിൽ കൂടെ പോകുമ്പോൾ ടർക്കിക്ക് പിന്നെ മുട്ടിടിക്കുന്നു എന്ന് പറയുമ്പം ടർക്കി ഇത്ര നാളവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻ എല്ലാം നമ്മളിത് തകിടം മറിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യക്ക് അത് മാറ്റുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്
നമുക്ക് ഇപ്പോൾ അറിയാനും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പോളിസി ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്ക് പണി തരാൻ വേണ്ടി ശ്രമിക്കുന്ന രാജ്യങ്ങളുടെ ഇടയിലേക്ക് പോയിട്ട് അവരുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മൾ, കാരണം എല്ലാ രാജ്യങ്ങളും പവർഫുള്ളായിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഈ ബാലൻസ് ഓഫ് പവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? തീർച്ചയായിട്ടും ബാലൻസ് ഓഫ് പവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? കാരണം ഇപ്പോൾ ടർക്കി പാകിസ്ഥാൻ ആയുധം കൊടുക്കുമ്പോൾ, അത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ആയുധം കൊടുക്കുമ്പോൾ, തീർച്ചയായിട്ടും ടർക്കിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് നമ്മൾ ആയുധം കൊടുത്തിട്ട് ടർക്കിയെ വലുത് നിർത്തുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിയെ നമുക്ക് എന്താ പറയുന്നത്, ഈ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് പോളിസിയാണ്. നേരത്തെ നമുക്ക് ആയുധങ്ങൾ നിർമ്മാണമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഇന്ത്യ അങ്ങനെ ഒരു തലത്തിലുള്ള രാജ്യമല്ല എന്നതുകൊണ്ട് നമുക്കതിന് സാധ്യമല്ല. പക്ഷേ ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യ ആയുധ നിർമ്മാണത്തിലൊക്കെ വളരെ മുൻപന്തിയിലേക്കും വളരെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇപ്പോൾ 2030 ആകുമ്പോഴത്തേക്ക് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ മാറും. നമ്മൾ ഈ ഒരു മൊമെൻറ്റം തീർച്ചയായിട്ടും, കാരണം പ്രൈവറ്റ് സെക്ടറൊക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രൊആക്റ്റീവായിട്ടൊക്കെ ഇതിനകത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഇപ്പോഴത്തെ ഭരണ സംവിധാനങ്ങൾ വന്നതിന് ശേഷം അതിനകത്തിലൊക്കെ വളരെ എന്താ പറയുന്നത് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചത് വളരെ ശുഭകരമായിട്ടുള്ളൊരു വാർത്ത അല്ലെങ്കിൽ കാഴ്ചയൊക്കെ തന്നെയാണ്. അപ്പോൾ 2030-35 ഓക്കെ ആകുമ്പോൾ ഇവിടെ നമ്മൾ 10 വർഷം കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും ഇപ്പോൾ ഒരു 25 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ മാത്രമുള്ള ഇന്ത്യ ഒരു ടോപ്പ് 10 നമുക്ക് വരാൻ തീർച്ചയായിട്ടും കഴിയുന്ന ഒരു രാജ്യമാണ്. അത് തീർച്ചയായും ഒരു നെക്സ്റ്റ് ഡെക്കേഡ് ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യക്ക് അത് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അത് നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും അത്യാധുനികമായിട്ടുള്ള ബ്രഹ്മോസ്, ആകാശ് മിസൈൽ ഒത്തിരി നമുക്ക് പറയാൻ ആണെങ്കിൽ നമുക്ക് പലതും പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഡ്രോണുകളുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ ഇന്ത്യ ഇനിയും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുവാനാണ് നമ്മൾ അതിനുള്ളൊരു എന്താ പറയുന്നത് തുടക്കം നമ്മൾ തീർച്ചയായിട്ടും, കാരണം ഇനി നമുക്ക് ഈ പറഞ്ഞ മേഖലകളിലൊന്നും തന്നെ നമുക്ക് മുന്നോട്ട് മാറിക്കാൻ സാധിക്കത്തില്ല. കാരണം ഇനിയുള്ള വാറുകളൊക്കെ തന്നെ ഡ്രോണുകളുടെ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് UAVസിൻ്റെയൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റിലും യുക്രൈൻ റഷ്യൻ കോൺഫ്ലിക്റ്റിലുമൊക്കെ തന്നെ എല്ലാ രാജ്യങ്ങളും ഉറ്റുനോക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഏറ്റവും വില കൂടിയ എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഇതിനെയൊക്കെ വളരെ ഈ ചിലവ് കുറച്ചുണ്ടാക്കുന്ന ഡ്രോണുകൾക്കൊക്കെ തന്നെ നിർവീര്യമാക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ ഈ യുദ്ധങ്ങളിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടർക്കിക്ക് പണി കൊടുക്കുന്നത് ഇങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ജിയോ പൊളിറ്റിക്കൽ അവിടുത്തെ ഒരു റീജിയണൽ ടർക്കി ഇതുവരെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോമിനൻസ് ഉണ്ട്, ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് തകിടം മറിക്കാൻ അല്ലെങ്കിൽ എന്താ പറയുക അട്ടിമറിക്കാൻ നമുക്ക് ഇതുവഴി സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ടർക്കിക്ക് തിരിച്ചറിവ് ഇപ്പോൾ ടർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടർക്കി ഇപ്പോൾ വളരെ എന്താണ് പറയുന്നത് ആ ഒരു ഇന്ത്യയുമായിട്ട് കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്തണം അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യണം. നോർമലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ കൂടുതൽ എന്താണ് പറയുന്നത് ഇറിറ്റേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം അവർക്ക് തന്നെ ആയിരിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് ടർക്കിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ ആയുധങ്ങൾ കൊടുക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പാകിസ്ഥാൻ ടർക്കി റിലേഷൻ നമുക്കൊന്ന് അതിനെ ഒന്ന് ഹോൾഡ് ചെയ്ത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള പോളിസീസ് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ സൈപ്രസ് ഇന്ത്യയുമായിട്ട് ഒരു സ്ട്രാറ്റജിക് റിലേഷൻ 5 വർഷത്തെ സ്ട്രാറ്റജിക് ഡിഫൻസ് റിലേഷനൊക്കെ തന്നെ നമ്മളിപ്പോൾ അതിന് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രാജ്യങ്ങൾ തമ്മിൽ കൂടുതൽ ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള റിലേഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ടർക്കിയെ നമുക്ക് നിലയ്ക്ക് നിർത്തുക എന്നുള്ളത്, കാരണം ടർക്കിയെ നിലയ്ക്ക് നിർത്തുക എന്നുള്ളത് ഇപ്പോൾ ടർക്കി ഇന്ത്യയായിട്ട് ബൈലാറ്ററൽ ഇഷ്യൂസ് ഒന്നുമില്ല, പക്ഷേ ടർക്കി പാകിസ്ഥാനെ അകമഴിഞ്ഞ് ആത്മാർത്ഥമായിട്ട് സഹായിക്കുകയും മിലിറ്ററിലി മാത്രമല്ല സൈനികപരമായിട്ട് മാത്രമല്ല, കാരണം ഇന്ത്യയുടെ കാശ്മീർ വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബൈലാറ്ററൽ ഇഷ്യൂ ആണ്, ഇതിനകത്തിൽ ആരും ഇടപെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഇന്ത്യ പണ്ട് മുതലേ 47 മുതൽ ഈ സമയം വരെയും എല്ലായിടവും ആ ഒരു നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ മറ്റു രാജ്യങ്ങൾ ഇതിനകത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. പാകിസ്ഥാൻ തയ്യാറാണെങ്കിൽ, പാകിസ്ഥാൻ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാൻ താല്പര്യമുള്ള രാജ്യമാണെങ്കിൽ പാകിസ്ഥാനുമായിട്ട് ബൈലാറ്ററലായിട്ട് ഉഭയകക്ഷി ചർച്ചകളിൽ കൂടെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം മാത്രമാണ് കാശ്മീർ. അതിനകത്ത് തേർഡ് പാർട്ടി മീഡിയേഷൻ ഒന്നും തന്നെ സാധ്യമല്ല, ഞങ്ങൾ അനുവദിക്കത്തില്ലെന്നാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാൻഡ്. അപ്പോൾ അതുകൊണ്ട് ടർക്കി ഇന്ത്യയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ കാശ്മീർ വിഷയങ്ങൾ UN-ലും OIC-ലും ഒക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അത് കൈയും കെട്ടി നോക്കിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ത്യക്ക് കഴിയുന്ന രീതിയിൽ
കഴിയുന്ന സമയത്ത് ഇന്ത്യ അതിൻ്റെ റിപ്ലൈ അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷൻ ഇപ്പോൾ ടർക്കിയെ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ പറഞ്ഞ രാജ്യങ്ങളുമായിട്ടുള്ള സൈനികപരമോ അല്ലെങ്കിൽ പ്രതിരോധപരമായിട്ടുള്ള തന്ത്രപരമെന്ന് സ്ട്രാറ്റജിക് റിലേഷൻസ് എന്ന് പറയും. അത് ഡിപ്ലോമാറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നൊരു ഇതാണ്. സ്ട്രാറ്റജിക് റിലേഷൻ എന്നാൽ ഇത് തന്നെയാണ്. സൈനിക പ്രതിരോധപരമായിട്ടുള്ള ആയുധങ്ങൾ കൊടുക്കുക, വാങ്ങുക, ഇങ്ങനെയുള്ള റിലേഷൻ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂടുതൽ നമുക്ക് ഡീപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ ടർക്കിയെ നമുക്ക് നിലയ്ക്ക് നിർത്താൻ സാധിക്കും. അത് ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് ടർക്കി മാത്രമല്ല മറ്റേത് രാജ്യങ്ങളും ഇതുപോലുള്ള മിസ്അഡ്വഞ്ചറിന് മുതിരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യ ഇങ്ങനെയുള്ള നിലപാടായിരിക്കണം എടുക്കേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ഇനിയും നമുക്ക് എന്താണ് പറയുന്നത്, ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ നമുക്ക് കാത്തു സൂക്ഷിക്കുവാനും കൂടുതൽ ശക്തിപ്പെടുത്തുവാനും ഒക്കെ തന്നെ അത്യാവശ്യം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.